ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ അരി നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ഈ അരിയിലേക്ക് അരി മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് ഇത് സോക്ക് ചെയ്ത് വെക്കണം. 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് സോക്ക് ചെയ്ത് വെക്കണം. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. വെള്ളമൊക്കെ മാറ്റി ഇത് മിക്സിൻ്റെ ജാറിലേക്കിട്ട് സോഫ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ച ഈ മാവിന്ന് ഒരു തവി മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കപ്പി കാച്ചിയെടുക്കണം. മിക്സ് ചെയ്ത ഈ മാവ് ഫ്ലെയിം സിമ്മിലാക്കി സാവധാനത്തിൽ കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരി അരച്ച അതേ മിക്സിൻ്റെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തേങ്ങയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വാനില ഷുഗറും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 2 ഏലക്കയുടെ കുരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് സ്മൂത്തായി ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത മിക്സ് അരച്ച മാവിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്താൽ അത്രയും നല്ലത്. എത്ര നന്നായി മിക്സ് ചെയ്യുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം. ഞാനിത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല, ഒരു തവി കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. കുറഞ്ഞതൊരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. മാവ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൊങ്ങാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടത് കൊണ്ട് പെട്ടെന്ന് ഇത് പൊങ്ങി വരും. ചൂടുള്ള സ്ഥലത്താങ്കിൽ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരും. എനിക്കിതൊരു 3 മണിക്കൂർ എടുത്തു ഇത് പൊങ്ങാൻ വേണ്ടി. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല സോഫ്റ്റായി ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് സാവധാനത്തിൽ മിക്സ് ചെയ്യുക. ഇത് മാവ് കണ്ടല്ലോ എത്ര നല്ല സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഇനി ഇത് കുറച്ച് നെയ്യ് തടവി ചൂടാക്കിയ പ്ലേറ്റിലേക്ക് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ടാപ്പ് ചെയ്ത് നന്നായി ചൂടായ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് അടപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം തുടച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവണം. ഇത് 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ പുഴുങ്ങിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.